നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇത് ഒരു ഹെയർ ഓയിലാണ്, നല്ല അടിപൊളിയാണ്. ഞാനിതെന്നും ഒരു ഇച്ചിരി തേക്കാറുണ്ട്. ഹോമിയോൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ടുള്ള നല്ല സൺസ്ക്രീമാണ്. ഇത് നല്ല റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് നമ്മളെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരും ചെയ്യും. അതുപോലെ നമ്മളെ എന്താ പറയുക, വാസ്ലിൻ്റെതാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. നല്ല എന്താ പറയുക, ഒരു നമ്മളെ സോഫ്റ്റ് തോന്നിക്കും ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ. അടിപൊളി ക്രീമാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെ തലയിൽ തേക്കുന്ന ക്രീമാണ്, താരൻ പോവാൻ വേണ്ടിയിട്ട്. ഇത് അതുപോലെ തന്നെ ഒരു തരിതരിയായിട്ടാണ് ഈ ക്രീം വന്നിട്ടുള്ളത്. ഇതും നല്ല അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു തലയിൽ തേച്ച് പിടിപ്പിച്ച താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. നല്ല അടിപൊളി ഒരു ക്രീം തന്നെയാണ്. ഇത് ഞാൻ വാങ്ങിച്ച് 2 ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഞാൻ തേച്ചിട്ടില്ല, അതുകൊണ്ട് റിസൾട്ട് പറയാൻ എനിക്കറിയത്തില്ല. 2 ദിവസം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ റിസൾട്ടും എനിക്കറിയില്ല. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, വാങ്ങി വെച്ചിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് റിസൾട്ട് പറയാൻ ഞാൻ ആളല്ല. ഇത് ഞാൻ തേക്കണ പേസ്റ്റ്, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ്. നമ്മുടെ പല്ല് പുളിപ്പ്, അതുപോലെ എന്താ പറയുക, ഒരു മഞ്ഞപ്പ് ഒക്കെ പോവാൻ എനിക്ക് എൻ്റെ ഡോക്ടർ എഴുതി തന്നതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. നല്ല ഒരു എന്താ പറയുക, ഗ്യാസ് മിഠായിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ, ഇത് ഞാൻ ഡയലി ഉപയോഗിക്കും. നല്ല സ്മെല്ലാണ്. വാവ്, നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഒമേഗ 3, ഇത് ഞാൻ 1.5 ദിവസങ്ങളിൽ ഞാൻ കഴിക്കാറുണ്ട്, മക്കൾക്കും കൊടുക്കാറുണ്ട്. ഇത് നല്ലതാട്ടോ, നമ്മൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളെ മുടിക്കൊഴിച്ചിൽ, അതുപോലെ വിറ്റാമിൻ D3 ഇല്ലാത്തവർ ഒക്കെ കഴിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസവും കഴിക്കാം. എനിക്ക് വിറ്റാമിൻ D3 വളരെ കുറവായതുകൊണ്ട് ഞാൻ 1.5 ദിവസങ്ങളിൽ കഴിക്കും. ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ച് എന്നല്ലാതെ ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്. എൻ്റെ മോൻ്റെ പിറന്നാളിന് എൻ്റെ കസിൻ ഗിഫ്റ്റ് തന്നതാണ്. അതുപോലെ എൻ്റെ മോൻ ഗിഫ്റ്റ് തന്നതാണ് ഇതെനിക്ക്. എൻ്റെ വിവാഹ വാർഷികത്തിൻ്റെ അന്ന് അവനൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നത് ഇതായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അത്ര കൂടുതൽ ഉപയോഗിക്കാറ് മുല്ലപ്പൂവിൻ്റെ. അത് കഴിഞ്ഞു, ഇനി മുതൽ ഇതായിരിക്കും. ഇതുപോലെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. ഇത് തീരാറായി. മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ എന്നും യൂസ് ചെയ്യലിതാണ്. ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളൊരു വസ്തു ഇതായിരിക്കും. ദിക്ക ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു എൻ്റെ ചേട്ടൻ. ഇത് തീരാറായി, ഇത്തിരി കൂടിയുള്ളൂ, ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ റൂമുകൾ, കാർട്ടന്മേ, ഡ്രസ്സിൽ ഒക്കെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവം ഇതാണ്. ഇതും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിൻ്റെ സ്മെല്ല് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, അത് വലിയ ഇഷ്ടമായില്ല. നിറയെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ കൂടുതലും എൻ്റെ റൂമിക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിക്കാറ്. മഴക്കാലമാകുമ്പോൾ ഒക്കെ ഒരു റൂമിൽ അടച്ചിടുമ്പോഴൊക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് കർട്ടന്മേൽ കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതായിരിക്കും, നല്ല സ്മെല്ലാണ് കേട്ടോ ഇത്. ഇനി അത്രയൊക്കെ വേറെ ഉണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.